അപ്പോൾ വാഹനം എന്നത് ഒരു അനുഗ്രഹമാണ്. ഈ അനുഗ്രഹങ്ങൾ കൊണ്ട് നാം ആർക്കും ഒരു ഉപദ്രവം ഉണ്ടാക്കരുത്. അത് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. എങ്ങനെ? അത് വഴിയാത്രയിലാകട്ടെ, മറ്റുള്ളവരെ ആക്രമിക്കുന്ന വിഷയത്തിലാകട്ടെ, ചില ആളുകളുണ്ട്, അവർ വാഹനങ്ങളൊക്കെ മോഡിഫിക്കേഷൻ ചെയ്യുന്നതിന് ഞാൻ കുറ്റം പറയുന്നില്ല. അത് കാരണം അവരുടെ അവകാശമാണ്. അവരുടെ സ്വന്തം അധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്ത്, ആ സമ്പത്ത് വെച്ച് അവർ മോഡിഫിക്കേഷൻ ചെയ്യുന്നു. അതിനെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. കാരണം പിന്നെയോ വഴിയാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ സൈലൻസറുകളിലൊക്കെ ചില ആളുകൾ, ചെറുപ്പക്കാർ, ഈ ചെവി പൊട്ടുന്ന രീതിയിലൊക്കെയുള്ള ശബ്ദങ്ങൾ വെക്കുന്ന ആളുകളുണ്ട്. ഇവിടെ നാം മനസ്സിലാക്കണം, നാം കാരണം അള്ളാഹു നമുക്ക് തന്ന അനുഗ്രഹമാണ് വാഹനം എന്നത്. ഈ വാഹനം നമ്മൾ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ, വഴിയാത്രക്കാർക്കൊന്നും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ നമ്മൾ ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വാഹനം കൊണ്ട് മറ്റുള്ളവർക്ക്, മറ്റു വാഹനങ്ങൾക്കും യാത്രക്കാർക്കും ഉപദ്രവം ഉണ്ടാക്കുന്ന രീതിയും നാം ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ എന്താണ് സംഭവിക്കുന്നതെന്നറിയുമോ? അതിലൂടെ എങ്ങാനും നിന്നെ അവർ ശപിച്ചാൽ ആ ശാപം ഫലിക്കുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. വഴിയാത്രക്കാർക്ക് എന്തെങ്കിലും തടസ്സങ്ങൾ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ, എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നിങ്ങൾ ആർക്കെങ്കിലും ചെയ്താൽ അതിലൂടെ കിട്ടുന്ന ശാപവാക്കുകളുണ്ടല്ലോ. ചില ആളുകളൊക്കെ വലിയ സ്പീഡിൽ അങ്ങോട്ട് പോയിട്ട് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന രീതികളൊക്കെ ഉണ്ട്. വഴി തടഞ്ഞു വെക്കുന്ന ആളുകളുണ്ട് വാഹനം വെച്ചുകൊണ്ട്. അങ്ങനെയൊക്കെ ഏതെങ്കിലും ഒരു മനുഷ്യന്റെ വഴിയാത്രകൾ നിങ്ങൾ തടഞ്ഞു വെച്ചാൽ അതിലൂടെ ലഭിക്കുന്ന ശാപവാക്കുകൾ അത് ഫലിക്കുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. കേട്ടോളിൻ ഒരു ഹദീസ്. അൻ ഹുദൈഫത്ത് ഇബ്നു ഉസൈദ് റളിയല്ലാഹു അൻഹു മഹാനവറുകൾ നിവേദനം ചെയ്യുന്ന ഹദീസാണ്. അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, തീർച്ചയായും അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാ, മൻ ആദൽ മുസ്ലിമീൻ, ഏതൊരുവനാണോ മുസ്ലിമീങ്ങളെ ഫീ തുറുകിഹിം വജബത് അലൈഹി, അവരുടെ വഴികളുടെ വിഷയത്തിൽ ഉപദ്രവിക്കുന്നവരെ ലഅനതുഹും, അവരുടെ ശാപം ഫലിക്കുന്നതാണെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ആരെയും നിങ്ങൾ ശാപവാർത്തമാനം നിങ്ങൾ പറയരുതേ, ആരെയും നിങ്ങൾ ശപിക്കരുതേ, ശാപപ്രാർത്ഥന നിങ്ങൾ നടത്തരുതേ എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, അതേ ഹബീബായ തങ്ങൾ പറയുകയാം, ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടല്ലോ, അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ, മനസ്സിന് പ്രയാസമുണ്ടാകുന്ന രീതിയിൽ ഏതെങ്കിലും ഒരു മനുഷ്യനെ നീ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ, അവൻ ശപിച്ചു കഴിഞ്ഞാൽ ആ ശാപമുണ്ടല്ലോ അതാകാശ ലോകത്തേക്ക് പോകുന്നതാണ്. എന്നിട്ടുണ്ടല്ലോ, അത് നിനക്ക് അർഹതപ്പെട്ടതാണെങ്കിൽ അത് അവനിലേക്ക് പോകുക തന്നെ ചെയ്യും. അർഹതപ്പെട്ടതല്ലെങ്കിൽ ഈ ശാപ പ്രാർത്ഥന നടത്തിയവനിലേക്ക് തന്നെ അത് വരുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം ശാപത്തിന് അവൻ അർഹനാണെങ്കിൽ എന്താണ്? ആ ശാപ പ്രാർത്ഥന ഫലിക്കും. അതുകൊണ്ട് ആരുടെയും ശാപം നാം വലിച്ചു വെക്കരുത് ജീവിതത്തിൽ. അത് നമ്മുടെ ചെറിയ നിസാര വിഷയത്തിലാണെങ്കിൽ പോലും. അതുകൊണ്ടാണ് ഇത്ര ഗൗരവത്തോടെ ഞാൻ പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ റോഡിലൂടെയൊക്കെ സഞ്ചരിക്കുന്നവരാണ്. വഴിയാത്രക്കാർക്ക്, പാവപ്പെട്ട വാഹനങ്ങളൊന്നുമില്ലാത്ത പാവപ്പെട്ട ആളുകളൊക്കെ ഇങ്ങനെ വഴിയിലൂടെ നടക്കുന്നവരാണ്. വഴിയെന്ന് പറയുന്നത് പൊതു സ്വത്താണ്. അപ്പോൾ അതിലൂടെ എല്ലാവർക്കും അതിൽ അവകാശമുണ്ട്. അതിലൂടെയൊക്കെ അവർ നടക്കുമ്പോൾ നമ്മുടെ ഒരു മുസ്ലിം
മുസ്ലിമായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവിടെ വഴിയാത്രക്കാർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ ഒരു പ്രവർത്തനവും ചെയ്യാൻ പാടില്ല. അത് വാഹനങ്ങൾ കൊണ്ടാണെങ്കിലും അതുപോലെ തന്നെ ജനങ്ങൾ വിശ്രമിക്കുന്ന സ്ഥലങ്ങളിൽ മലമൂത്ര വിസർജനം ചെയ്യുന്ന വിഷയത്തിലാണെങ്കിലും വേസ്റ്റുകൾ കൊണ്ടിട്ട് ജനങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന ആളുകളാണെങ്കിലും മനസ്സിലാക്കിക്കോ, ഏതെങ്കിലും ഒരു മനുഷ്യന്റെ വഴിയോരത്ത് വഴികളിൽ വിശ്രമിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം വേസ്റ്റുകൾ കൊണ്ടിട്ട് അവിടെയൊന്നും പിന്നീട് ഇരിക്കാൻ പറ്റാത്ത ദുർഗന്ധമായി കഴിയുമ്പോൾ മനസ്സുകൊണ്ടൊരു ശാപ പ്രാർത്ഥന നടത്തിയാൽ അത് ഫലിക്കുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാ. അതുകൊണ്ട് നാം മനസ്സിലാക്കണം റോഡ് നിയമങ്ങളൊക്കെ പരിപൂർണമായി നാം അനുസരിച്ചുകൊണ്ട് വേണം വാഹനമൊക്കെ ഓടിക്കുവാനും. റോഡ് നിയമങ്ങളിൽ നമുക്ക് കുറേ കടമകളുണ്ട്. ഒരു മുസ്ലിമായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വഴിയിൽ ഒരു തടസ്സം കിടന്നാൽ അതൊരു കല്ലാണെങ്കിൽ പോലും അത് എടുത്തു മാറ്റിക്കളയിൽ ഒരു സദക്കയുടെ കൂലിയാണെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ.